ട്രെയിൻ ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 72 km/h crosses an electric post in 9 seconds. What is the length of the train? Option A 120 meters, B 180 meters, C 324 meters, D 150 meters, E 200 meters. അതായത് 72 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 9 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുന്നു. അങ്ങനെയെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ഏറ്റവും ബേസിക് ആയ ഫോർമുലയായ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് എഴുതാമല്ലോ, അല്ലേ? അതെ, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ട്രെയിനിൻ്റെ നീളം തന്നെയാണ്. അപ്പോൾ സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ ട്രെയിനിൻ്റെ നീളം ലഭിക്കും. എന്നാൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് സ്പീഡ് തന്നിരിക്കുന്നത് km/h, നമുക്ക് വേണ്ട ഉത്തരം മീറ്ററിലുമാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 72 km/h എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? 72 × 5/18 എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്കത് കൺവേർട്ട് ചെയ്യാം. 72നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു 20 m/s എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു സംശയം തോന്നും, എന്താണ് ഈ 5/18? എന്തുകൊണ്ടാണ് 5/18 യൂസ് ചെയ്തത്? അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം 1 km/h എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1 അവർ. 1 കിലോമീറ്റർ എത്രയാണ്? 1000 മീറ്റർ ആണ്, അല്ലേ? 1 അവറോ 60 മിനിറ്റ് ആണ്. ആ 60 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60നെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരുന്നു? 1000 ഡിവൈഡഡ് ബൈ 3600. അപ്പോൾ 2 പൂജ്യങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ബാലൻസ് വരുന്നത് 10 ഡിവൈഡഡ് ബൈ 36 ആണ്. 2 കൊണ്ട് കട്ട് ചെയ്യുന്നു, 5/18 എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് 5/18 യൂസ് ചെയ്യാനുള്ള കാരണം. ഇതൊരു ഷോർട്ട് കട്ടായി നമ്മൾ പഠിച്ചു വെക്കുന്നു. ഈ 5/18 നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ km/h കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിലോ നേരെ ഓപ്പോസിറ്റായ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് കാണാൻ 20 m/s 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം 9 ആണല്ലോ ഇലക്ട്രിക് പോസ്റ്റ് പാസ് ചെയ്യാൻ ട്രെയിൻ എടുത്ത സമയം. സോ 20 × 9 = 180 മീറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ.